നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റോട്ടി ജാലയാണ്. സംഭവം ഒരു മലായ് വിഭവമാണ്. മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു സ്നാക്കാണ് സംഭവം. സ്നാക്ക് എന്നൊക്കെ പറയുമെങ്കിലും കോഴിക്കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന തരം സ്നാക്കാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഇതിങ്ങനെ വല പോലെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് കിട്ടുന്നത്. അപ്പോൾ തുടങ്ങാം. നമ്മൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഈ മഞ്ഞൾപ്പൊടി ഇടുന്നതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള മഞ്ഞ കളർ ഇതിന് കിട്ടുന്നത്. ഇനി നമ്മൾ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട മതിയാകും. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി നല്ല ദോശമാവിനേക്കാൾ കട്ടി കുറഞ്ഞ ഒരു മാവ് തയ്യാറാക്കുക. വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നല്ലവണ്ണം കലക്കി മാറ്റിവെക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനമാണ് നൽകുന്നത്. പാരമ്പര്യ രീതിയിൽ റൊട്ടിജാല ഉണ്ടാക്കുന്ന അതിനുവേണ്ടി മാത്രമുള്ളൊരു കപ്പിലാണ്. 3 ദ്വാരമുള്ളൊരു കപ്പാണ് അത്. നിങ്ങൾ പേടിയേണ്ട, ഒരു കുപ്പിയിൽ ഒരു ദ്വാരമിട്ട് ഉപയോഗിക്കാം. കുപ്പിയാണ് എങ്കിൽ ഒരു ദ്വാരം മതി. ഞാനിവിടെ 3 ദ്വാരമുള്ളൊരു കുപ്പിയാണ് എടുക്കുന്നത്. ഇനി കാര്യമായി ഒന്നുമില്ല. തവ ചൂടാക്കുക, ഒരിത്തിരി എണ്ണ തൂത്ത് കൊടുക്കുക. ഇനി ബോട്ടിൽ വെച്ച് ഇഷ്ടമുള്ള പഴം വരച്ചു കൊടുക്കുക. ഞാൻ പിക്കാസോയുടെ ആരാധകനായതുകൊണ്ട് സോൾ ഓഫ് കേരള എന്ന ചിത്രമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ പറഞ്ഞാൽ ചുമ്മാ ഞെക്കി നല്ലപോലെ വര പോലെയോ ലേസ് പോലെയോ ഒക്കെ ആക്കിയെടുക്കുക. ഏതാനും സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് കല്ലിൽ നിന്ന് വിട്ടുവരാൻ പാകമാകും. തിരിച്ചും മറിച്ചും ഒന്നും ചുട്ടെടുക്കണ്ട. ഇതേപോലെ ചുട്ടെടുക്കാം. വേണമെങ്കിൽ മടക്കി ചുരുട്ടിയെടുക്കാം. ഇനി കഴിക്കുന്ന സീനാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കറി, മട്ടൻ കറി ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഞെക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.